ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +1 പൊളിറ്റിക്സ് ക്ലാസ്. നമ്മളിപ്പോൾ 4ാമത്തെ യൂണിറ്റാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. അതിനകത്ത് നമ്മൾ എന്താണ് എക്സിക്യൂട്ടീവ് എന്നും വിവിധ തരം എക്സിക്യൂട്ടീവുകൾ ഏതൊക്കെയാണ് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടായി. ഇന്ന് നമുക്ക് ഇന്ത്യയിലെ പാർലമെൻ്ററി എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പറയാനുള്ളത്. 1919-35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാസ്സാക്കിയ ആക്റ്റുകളാണ് ഇന്ത്യക്ക് യോജിച്ച രീതിയിലുള്ള ഇന്ത്യക്കാരോട് അനുഭാവം പുലർത്തിക്കൊണ്ടുള്ളൊരു ഭരണരീതി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ജനങ്ങൾക്ക് ഭരണാധികാരികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാശയം അതോടുകൂടിയാണ് ഉരുത്തിരിഞ്ഞു വന്നത്. അതിനുശേഷം ഇന്ത്യ ഭരണഘടന സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയെ ഒരു പാർലമെൻ്ററി ജനാധിപത്യ രീതിയിലുള്ള ഭരണരീതിയാക്കി മാറ്റുകയായിരുന്നു. ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിനെ നമുക്ക് രണ്ടായി തിരിക്കാം. കേന്ദ്ര എക്സിക്യൂട്ടീവ് എന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്നും തിരിക്കാൻ പറ്റും. ഇവിടെ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് കേന്ദ്ര എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ്. ഈ ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം, പ്രസിഡൻ്റ് അഥവാ രാഷ്ട്രപതി, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ വൈസ് പ്രസിഡൻ്റ്, പ്രസിഡൻറ്റിനെ ഉപദേശിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയെ സഹായിക്കുന്നതിന് മന്ത്രിസഭ, അതിൻ്റെ താഴെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന MP-മാർ. അപ്പോൾ കേന്ദ്ര എക്സിക്യൂട്ടീവ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുക, ജനങ്ങൾ അവരുടെ പ്രതിനിധികളായ MP-മാരെ തിരഞ്ഞെടുക്കുകയും ഈ MP-മാരിൽ നിന്ന് ഭരണപക്ഷത്തിൻ്റെ നേതാവായ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുകയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പ്രസിഡൻ്റിൻ്റെ പേരിൽ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഭരണരീതിയാണ് ഇന്ത്യയിലുള്ളത്. അതിനെയാണ് കേന്ദ്ര എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിലും ഇതേപോലെ എക്സിക്യൂട്ടീവ് ഉണ്ട്. അവിടെ പ്രസിഡൻറ്റിന് പകരമായി വരുന്നത് ഗവർണറും പ്രധാനമന്ത്രിക്ക് പകരമായി മുഖ്യമന്ത്രിയും പിന്നെ മന്ത്രിമാരും MLA-മാരും എന്ന രീതിയിലാണ് അത് വരുന്നത്. പ്രസിഡൻ്റ് രാഷ്ട്രത്തലവനാണ്. അദ്ദേഹത്തിന് നാമമാത്രമായ അധികാരങ്ങൾ മാത്രമാണുള്ളത്. പ്രധാനമന്ത്രി പക്ഷേ മന്ത്രിസഭയുടെ അധ്യക്ഷനും ആണ്. അദ്ദേഹമാണ് യഥാർത്ഥ അധികാരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഇത് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. ഇനി ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കുറിച്ച് ഭരണഘടനയുടെ 52-ാം ആർട്ടിക്കിളിലാണ് ഇന്ത്യക്കൊരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രസിഡൻ്റ് കേന്ദ്ര എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ്. എല്ലാ സൈനിക വിഭാഗങ്ങളുടെയും പരമോന്നത അധികാരമടക്കം കേന്ദ്ര എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ഭരണഘടന അനുസരിച്ച് പ്രസിഡൻ്റ് നേരിട്ടോ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരിലൂടെയോ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉപയോഗിക്കുന്നു. പ്രസിഡൻറ്റിനെ അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായി പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു മന്ത്രിസഭയും ഉണ്ടായിരിക്കും. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമാണ് പ്രസിഡൻ്റ് പ്രവർത്തിക്കേണ്ടത്. മന്ത്രിമാരുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഇന്ത്യൻ പ്രസിഡൻ്റ് ബാധ്യസ്ഥനാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് നടപടികളും പ്രസിഡൻറ്റിൻ്റെ പേരിലാണ് നടപ്പാക്കപ്പെടുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രസിഡൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. മന്ത്രിസഭയ്ക്ക് ലോകസഭയോട് ഉത്തരവാദിത്തമുണ്ടായിരിക്കും എന്ന് മാത്രം. ഇനി പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലെ ഒരിക്കൽ ചെയ്ത് കൈമാറ്റം ചെയ്യപ്പെടാവുന്ന വോട്ട് വ്യവസ്ഥ PR സിസ്റ്റത്തിലെ STV സിസ്റ്റം അനുസരിച്ചാണ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന വോട്ടർമാരെ ഇലക്ട്രൽ കോളേജ് എന്നാണ് പറയുന്നത്. ഇലക്ട്രൽ കോളേജിലുള്ള അംഗങ്ങൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർ, എല്ലാ സംസ്ഥാനങ്ങളിലെയും MLA-മാർ,
കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ, ഇവർക്കാണ് പ്രസിഡൻറ്റിനെ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ടുണ്ടാവുക. പ്രസിഡൻറ്റിനെ തെരഞ്ഞെടുപ്പിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ രൂപത്തിലുള്ള പ്രാതിനിധ്യമാണ് ലഭിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വോട്ടിൻ്റെ മൂല്യം കണക്കാക്കുന്നത് സംസ്ഥാനത്തെ ജനസംഖ്യയെ 1000 കൊണ്ട് ഹരിച്ച് ആ സംഖ്യയെ MLAമാരുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് വോട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. ഇനി പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക കാലാവധി. പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. വീണ്ടും അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നതിനും പ്രശ്നമില്ല. വീണ്ടും ഒരു 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഒരാളെ വീണ്ടും പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കാം. കാലാവധി തീരുന്നതിന് മുമ്പ് പ്രസിഡൻറ്റ് രാജിവെക്കുന്നതിനും പ്രശ്നമില്ല. പ്രസിഡൻറ്റ് സ്ഥാനത്ത് ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുക്കുന്നത് വരെ വൈസ് പ്രസിഡൻറ്റ് പ്രസിഡൻറ്റിൻ്റെ ചുമതല നിർവഹിക്കുന്നു. ലാസ്റ്റ് ക്ലാസ് we discussed about executive. What is executive and what are the different types of executive and differences between parliamentary executive and presidential executive. Today we are going to discuss about executive in India. Acts of 1919 and 1935 passed by the British government in India had provided some experience of the parliamentary system. In the parliamentary system, the executive can be effectively controlled by the representatives of the people. Union executive. In India, there are two-step executive system: union executive and state executive. Executive at the center. There is the president, vice president, prime minister, council of ministers. President and vice president. The Constitution of India provides for a parliamentary form of executives both for the union and for the state. The union executive consists of the president, the vice president and a council of ministers headed by the prime minister. The president, the head of the state, forms the nominal part of the executive, and the council of ministers headed by the prime minister is the real executive, which is responsible to the parliament. In the state, the constitutional head of the state is the governor. The real executive in the state is council of ministers headed by the chief minister, which is responsible to the state legislative assemblies. The President of India. Article 52 of the Indian Constitution says, there shall be a President of India. The President is the head of the Union Executive. The executive power of the Union, including the supreme command of the forces, is vested in the President. He is expected to exercise the executive power either directly or through officials subordinate to him in accordance with the Constitution. The Constitution provides that there shall be a council of ministers with the Prime Minister at the head to aid and advise the President in the exercise of his function, and he shall act on such advice. So the President of India is bounded to act on the advice of his ministers. All executive actions of the government of India must be expressed to be taken in the name of the President. There is no provision in the Constitution making the President responsible for the acts of the government. The Council of Ministers, on the other hand, has been specifically made responsible to the Lok Sabha. Elections of the President. The President of India is elected indirectly by an electoral college in accordance with the system of proportional representation by means of single transferable voting system. The electoral college consists of the elected members of both the House of the Parliament, that is Lok Sabha and Rajya Sabha.
The elected members of the legislative assemblies of all states of the Indian Union and elected members of the legislative assemblies of the National Capital Territory, Delhi, and Union Territories of are etc. According to the Constitution, as far as practicable, there shall be uniformity in the scale of representation of the different states at the election of the president. There shall be parity between the states as a whole and the union. In other words, total voting strength of all states' legislative assemblies should be equal to the voting strength of the union parliament. All states are to be uniformly represented in the electoral college. Terms of office. The President of India is elected for a period of 5 years and is eligible for re-election. He may resign from his office before the expiry of his terms. When a vacancy arises in the office of the President, the Vice President acts as the President until a new President is elected within 6 months after the vacancy has occurred. Then ഒരു രാഷ്ട്രപതിയാവാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കൊക്കെ രാഷ്ട്രപതിയാവാൻ പറ്റുമോ? പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കാൻ വേണ്ട യോഗ്യതകൾ. പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 4 യോഗ്യതകളാണ് ഉണ്ടാവേണ്ടത്. 1 ഇന്ത്യൻ പൗരനായിരിക്കണം. 2 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 3 ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകളൊക്കെ പ്രസിഡൻറ്റിനും ഉണ്ടായിരിക്കണം. 4 ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കീഴിൽ, സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ കീഴിൽ പ്രതിഫലം പറ്റുന്ന, ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പ്രസിഡൻറ്റിൽ മത്സരിക്കുന്ന സമയത്ത് രാജിവെച്ചാൽ മതി. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ക്വാളിഫിക്കേഷൻ ഓഫ് ദി office of the president. The constitution lays down certain qualifications to the candidates contesting the presidential election. They are: he must be a citizen of India, he must have completed the age of 35 years, he must be qualified for election as a member of the Lok Sabha. 4th one, he must not hold any office of profit under any സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. ഇനി പ്രസിഡൻറ്റിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ 5 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് സാലറി ആയിട്ട് ലഭിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ അലവൻസുകളും ലഭിക്കുന്നു. അത് പാർലമെൻറ്റിന് സമയാസമയങ്ങളിൽ തീരുമാനിക്കാം. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എൻറ്റൈറ്റിൽഡ് ടു മന്ത്ലി സാലറി ഓഫ് 5 lakh. In addition to such emoluments and allowances which are determined by the parliament, he is also entitled to a full furnished official residence known as രാഷ്ട്രപതി ഭവൻ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു വീട്, അതാണ് ഡൽഹിയിലെ റൈസീന കുന്നുകളിലുള്ള രാഷ്ട്രപതി ഭവൻ. 400ഓളം റൂമുകളുള്ള ഒരു വലിയ ബിൽഡിംഗ്. ആ ബിൽഡിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് ലഭിക്കുന്നത്. His emoluments and allowances cannot be reduced during his term of office. After retirement, he is entitled to a rent-free residence, annual pension, establishment expenditure and free medical attention and treatment. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത്, രാഷ്ട്രപതി ആയിരിക്കുന്ന കാലയളവിൽ വെട്ടിച്ചുരുക്കാൻ പാടില്ല. ഒപ്പം തന്നെ റിട്ടയർ ചെയ്താൽ അദ്ദേഹത്തിന് സൗജന്യ താമസ സൗകര്യം സർക്കാർ ഒരുക്കി കൊടുക്കുന്നു, സൗജന്യമായ പെൻഷൻ കൊടുക്കുന്നു. ഒപ്പം തന്നെ മെഡിക്കൽ അലവൻസുകളും ട്രീറ്റ്മെൻറ്റുകളുമൊക്കെ അതും അദ്ദേഹത്തിന് ഭരണഘടനാ പ്രകാരം തന്നെ ലഭിക്കാനുള്ള അർഹത ഇന്ത്യയുടെ രാഷ്ട്രപതിക്കുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രസിഡൻറ്റുമാരാരൊക്കെയാണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ പ്രസിഡൻറ്റ് ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദാണ്. പിന്നീട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, വി ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, നീലം സഞ്ജീവ റെഡ്ഡി, ഗ്യാനി സെയിൽ സിംഗ്, ആർ വെങ്കിട്ടരാമൻ,
ശങ്കർ ദയാൽ ശർമ്മ, KR നാരായണൻ, അദ്ദേഹം മലയാളിയാണ്, APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ, ഏക വനിതാ പ്രസിഡൻ്റാണ്, വുമൺ പ്രസിഡൻറ്റ്, പ്രണാബ് കുമാർ മുഖർജി ഈ അടുത്ത് മരണപ്പെട്ടു. ഇപ്പം രാംനാഥ് കോവിന്ദ്, ഇവരാണ് ഇതുവരെയുള്ള നമ്മുടെ പ്രസിഡൻറ്റുമാർ. പുറത്താക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താണ്? പുറത്താക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പ്രസിഡൻറ്റിനെ അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനായുള്ള ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ ലംഘനത്തിന് മാത്രമാണ് പ്രസിഡൻറ്റിനെ ഇംപീച്ച്മെൻറ്റ് നടപടികളിൽ കൂടി നീക്കം ചെയ്യാൻ കഴിയുന്നത്. The Constitution of India lays down the procedure of impeachment for the removal of the President from his office. The President of India can be impeached by only the violation of the Constitution. Either House of Parliament can prefer the charge of violation of the Constitution. ഈ ഇംപീച്ച്മെൻറ്റ്, ഭരണഘടനാ ലംഘനം പ്രസിഡന്റ് നടത്തി എന്ന പ്രമേയം പാർലമെൻറ്റിൻ്റെ ലോക്സഭയ്ക്കോ രാജ്യസഭയ്ക്കോ ഏതെങ്കിലും ഒരു സഭയ്ക്ക് ഇത് ഉന്നയിക്കാം. എ റെസൊല്യൂഷൻ ഫോർ ദി പർപ്പസ് ക്യാൻ ബി മൂവ്ഡ് ആഫ്റ്റർ അറ്റ്ലീസ്റ്റ് 40 days നോട്ടീസ് ഇൻ റൈറ്റിംഗ് സൈൻഡ് ബൈ നോട്ട് ലെസ് ദാൻ 1/4 ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ്. Such a resolution must be passed by majority of not less than 2/3 of the total membership of the house. When one of the House of Parliament has preferred a charge against the President, the other House shall investigate the charges or cause of charges to be investigated. During the process of investigation, the President may defend himself or through his counsel. After investigation, if the resolution is passed by a majority of not less than 2/3 of the total membership of the House, which has conducted the investigation, declaring that the charge against the President is sustained, the President shall be removed from his office. പ്രസിഡൻറ്റിനെ പുറത്താക്കുന്ന ഇംപീച്ച്മെൻറ്റ് പാർലമെൻറ്റിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ 14 ദിവസം മുമ്പ് കൊടുക്കുന്ന ഒരു നോട്ടീസ്, മൊത്തം അംഗങ്ങളുടെ 1/4 പേർ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു നോട്ടീസിലൂടെയാണ് പാർലമെൻറ്റിലെത്തുന്നത്. അത് 2/3 ഭൂരിപക്ഷത്തോടു കൂടി അത് പാസ്സാക്കേണ്ടതുണ്ട്. ഒരു ഹൗസിൽ അത് പാസ്സാക്കിയാൽ മറ്റേ സഭ, ലോക്സഭയിൽ പാസ്സാക്കിയാൽ രാജ്യസഭ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ആ അന്വേഷണ റിപ്പോർട്ട് വീണ്ടും സഭയിൽ പാസ്സാക്കുകയും വേണം. അന്വേഷണ സമയത്ത് രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ സ്വന്തമായോ അഭിഭാഷകൻ മുഖേനയൊക്കെ തൻ്റെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്യാം. ഇങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും പ്രസിഡൻറ്റിനെയും ജനപ്രതിനിധികൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇംപീച്ച്മെൻ്റ് എന്നാണ് പറയുക. ഇനി നമുക്ക് പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. പ്രസിഡൻറ്റിന് പ്രധാനമായും 5 അധികാരങ്ങളാണ് പ്രസിഡൻറ്റിനുള്ളത്. അതിൽ ഒന്നാമത്തേത് എക്സിക്യൂട്ടീവ് അധികാരം അഥവാ കാര്യനിർവഹണാധികാരം. രണ്ടാമത്തേത് നിയമനിർമ്മാണാധികാരം അഥവാ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. മൂന്നാമത്തേത് ജുഡീഷ്യൽ പവർ അഥവാ നീതിന്യായ അധികാരം. നാലാമത്തേത് ഫിനാൻഷ്യൽ പവർ അഥവാ സാമ്പത്തിക അധികാരം. 5 എമർജൻസി പവർ അഥവാ അടിയന്തരാവസ്ഥ അധികാരം. ഇതിൽ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവ് പവർ, മിലിറ്ററി പവർ, ഡിപ്ലോമാറ്റിക് പവർ, ഇത് 3 അതിനകത്ത് വരുന്നത്. ഭരണപരമായ അധികാരങ്ങൾ, സൈനിക അധികാരങ്ങൾ, നയതന്ത്ര അധികാരങ്ങൾ. ഭരണപരമായ അധികാരം എന്ന് പറഞ്ഞാൽ ഭരണരംഗത്ത് ഉയർന്ന തലത്തിലുള്ള കുറേ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് അപ്പോയിൻറ്റ്സ് ദി പ്രൈം മിനിസ്റ്റർ, അതർ മിനിസ്റ്റേഴ്സ് ഓഫ് ദി യൂണിയൻ, അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ, ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഗവർണേഴ്സ്, അംബാസിഡേഴ്സ് ആൻഡ് അതർ ഡിപ്ലോമാറ്റ്സ്, C&AG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചെയർമാൻ ഓഫ് ദി UPSC, ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, കമ്മീഷണർ ഫോർ SC/ST എക്സെട്ര. ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഭരണപരമായ അധികാരങ്ങൾ വരുന്നത് പ്രസിഡൻറ്റ് നിയമിക്കുന്ന കുറേ ആളുകളാണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്, മന്ത്രിമാരെ നിയമിക്കുന്നത്, അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്, സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നത്,
അതേപോലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ, മറ്റു രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാരെ, അതേപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതേപോലെ PSCയുടെ ചെയർമാൻ, ഇലക്ഷൻ കമ്മീഷൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം പ്രസിഡൻറ്റിന്. അതാണ് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഭരണപരമായ അധികാരം എന്ന് പറയുന്നത്. മിലിറ്ററി പവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേവി, എയർഫോഴ്സ്, അതേപോലെ ആർമി, ഇതിൻ്റെയൊക്കെ മേധാവി അദ്ദേഹമാണ്. ഡിപ്ലോമാറ്റിക് പവേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകളും കാര്യങ്ങളുമൊക്കെ ഒപ്പുവെക്കുന്നത്, എഗ്രിമെൻറ്റ്സ് വിത്ത് ഫോറിൻ കൺട്രീസ്, അത് ഒപ്പുവെക്കുന്നത് പ്രസിഡൻ്റാണ്. ഇനി നിയമനിർമ്മാണ അധികാരം പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. സമ്മൺ, പ്രൊറോഗ് ആൻഡ് ഡിസോൾവ്, വിളിച്ചു ചേർക്കാനും അതേപോലെ തന്നെ പിരിച്ചുവിടാനും പാർലമെൻറ്റ്. ഓപ്പണിംഗ് അഡ്രസ്സ്, പാർലമെൻറ്റിൻ്റെ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് അത് ഉദ്ഘാടനം ചെയ്യാനുള്ള അധികാരം. അതേപോലെ റൈറ്റ് ടു അഡ്രസ് ആൻഡ് സെൻഡ് മെസ്സേജ്, പാർലമെൻറ്റിലേക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ അയക്കാനും പാർലമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും അഡ്രസ്സ് ചെയ്യാനുള്ള അധികാരം. നോമിനേറ്റിംഗ് മെമ്പേഴ്സ്, അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം. ലേയിങ് റിപ്പോർട്ട്സ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പാർലമെൻറ്റിന് മുമ്പാകെ അറിയിക്കാൻ. പ്രീവിയസ് സാങ്ഷൻ ലെജിസ്ലേഷൻ, പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് അനുമതി വാങ്ങണം പ്രസിഡൻറ്റിൻ്റെ. ഇഷ്യൂ ഓഫ് ഓർഡിനൻസസ്, പാർലമെൻറ്റ് നിലവിലില്ലാത്ത സമയത്ത് നിയമങ്ങൾ ഇറക്കാൻ വേണ്ടി. പാർലമെൻറ്റ് ഈസ് നോട്ട് ഇൻ സെഷൻ, ദി പ്രസിഡൻറ്റ് ഹാസ് ദ പവർ ടു മേക്ക് ലോ ബൈ ഓർഡിനൻസ്. അസെൻറ്റ് ടു ലെജിസ്ലേഷൻ, പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമത്തിന് അനുമതി കൊടുക്കൽ. ഇതൊക്കെ പ്രസിഡൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സാണ്. ഇനി ജുഡീഷ്യൽ പവേഴ്സ്. ജുഡീഷ്യൽ പവേഴ്സ് എന്ന് പറയുന്നത് ദ പ്രസിഡൻറ്റ് ഹാസ് ദ പവർ ടു പാർഡൺ ഓർ റിപ്രൈവ് or remission of punishment or remit or commute the sentence or suspend death punishment, respite punishment. അതായത് സുപ്രീം കോടതി ശിക്ഷിച്ച ഒരാൾക്ക് ആ ശിക്ഷാ ഇളവ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതിനെയാണ് രാഷ്ട്രപതിയുടെ നീതിന്യായ അധികാരം എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ പവർ. ഫിനാൻഷ്യൽ പവർ എന്ന് പറയുമ്പോൾ ബജറ്റ്, അതേപോലെയുള്ള സാമ്പത്തിക ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത് രാഷ്ട്രപതിയാണ്. അടിയന്തരാധികാരം, എമർജൻസി പവേഴ്സ്, രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഇനി നമുക്ക് പ്രധാനമായും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദി പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെ വിവേചന അധികാരം. പലപ്പോഴും ഇന്ത്യൻ പ്രസിഡൻറ്റിനെ വിമർശിക്കാറുണ്ട്. ഒരു റബ്ബർ സ്റ്റാമ്പാണ്. എന്നാൽ പ്രസിഡൻറ്റിന് ചില ഇന്ത്യൻ പ്രസിഡൻറ്റ് ഹാസ് സർട്ടൺ ഡിസ്ക്രിഷണറി പവേഴ്സ്. അതിൽ ഒന്നാമത്തെ വിവേചന, പ്രധാനമായും 2 തരത്തിലുള്ള തലവന്മാർ നമ്മുടെ ഉണ്ട്. ഒന്ന് നാമമാത്ര തലവൻ, അതാണ് പ്രസിഡൻറ്റ്. നോമിനൽ ഹെഡ്, പ്രസിഡൻറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഹീ ഈസ് ദി നോമിനൽ എക്സിക്യൂട്ടീവ്. നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ കാരണം നോമിനൽ പവേഴ്സ്, പ്രസിഡൻറ്റ് ഹാസ് വെസ്റ്റഡ് ഓൺലി ദി നോമിനൽ പവേഴ്സ്, നാമമാത്ര അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല, ചില കാര്യങ്ങളിൽ പ്രസിഡൻറ്റിന് ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്, വിവേചന അധികാരമുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമത് മന്ത്രിസഭ നൽകിയ ഒരു ഉപദേശം പരിശോധനയ്ക്കായി തിരിച്ചയക്കാനുള്ള. റിട്ടേൺ ദി ബില്ല് പാസ്ഡ് ബൈ ലോക്സഭ ആൻഡ് രാജ്യസഭ. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്ന ഒരു ബില്ല് ഒരു നിയമമാവണമെങ്കിൽ പ്രസിഡൻ്റ് അതിനകത്ത് സൈൻ ചെയ്യണം. അപ്പോൾ പാർലമെൻറ്റ് 2 സഭകളും പാസ്സാക്കിയ ശേഷം പ്രസിഡൻറ്റിന് അത് അയച്ചു കൊടുത്താൽ അവിടെ പ്രസിഡൻറ്റിനുള്ള ഒരു ഡിസ്ക്രിഷണറി പവറാണത് റിട്ടേൺ ടു ദി പാർലമെൻറ്റിലേക്ക് തന്നെ അത് തിരിച്ചയക്കാമെന്നുള്ളത്. അങ്ങനെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രസിഡൻറ്റിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡൻ്റ് അത് ഒപ്പുവെക്കണം. എന്നാൽ സാധാരണ രീതിയിൽ സെയിം ബില്ല് തന്നെ സെയിം രൂപത്തിൽ തിരിച്ചയക്കാറില്ല, ചേഞ്ചസ് അതിനകത്ത് വരുത്താറുണ്ട്. രണ്ടാമത്തത് പോക്കറ്റ് വീറ്റോ പവറാണ്. രണ്ടാമത്തത് ഇങ്ങനെ ഒരു മണി ബില്ല് ഒഴികെയുള്ള ധനപരമായ ബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾ പ്രസിഡൻറ്റിൻ്റെ കൈവശം എത്തിക്കഴിഞ്ഞാൽ പ്രസിഡൻറ്റിന് അത് ഡിലേ ചെയ്ത് വെക്കാൻ കഴിയും, കീപ്പ് ചെയ്ത് വെക്കാം, പോക്കറ്റ് വീറ്റോ ആയിട്ട് വെക്കാം. അത് എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ കസ്റ്റഡിയിൽ വയ്ക്കാൻ പ്രസിഡൻറ്റിന് അവകാശമുണ്ട്. അപ്പോൾ ഒരു ബില്ല് നിയമമാകുന്നതിന് ആർക്ക് തടയാൻ പറ്റും?
പ്രസിഡൻറ്റിന് തടയാൻ കഴിയുന്നത്. പ്രസിഡൻറ്റ് ക്യാൻ പ്രിവെൻറ്റ് എ ലോ. അപ്പോൾ അത് പ്രസിഡൻറ്റിൻ്റെ ഒരു ഡിസ്ക്രിഷണറി പവറാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞ് പാർലമെൻറ്റിൽ ഒരു കക്ഷിക്കും മെജോറിറ്റി ഇല്ല എങ്കിൽ, ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല എങ്കിൽ, ഈക്വൽ വോട്ടാണ് വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ആർക്കും ക്ലിയർ മെജോറിറ്റി ഇല്ല എങ്കിൽ, അവിടെ പ്രസിഡൻറ്റ് ഹാസ് എ പവർ ടു സെലക്ട് എ പാർട്ടി ടു ഫോം ഗവൺമെൻറ്. പ്രസിഡൻറ്റിന് ഇഷ്ടമുള്ള ഒരു പാർട്ടി എന്ത് ചെയ്യാം, ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കാമെന്നുള്ളതാണ്. ഇതൊക്കെ പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സാണ്. അപ്പോൾ പ്രസിഡൻറ്റ് വെറും നോമിനൽ ഹെഡ് മാത്രമല്ല, അധികാരങ്ങളില്ലാത്ത റബ്ബർ സ്റ്റാമ്പ് മാത്രമല്ല, അദ്ദേഹത്തിന് ചില അധികാരങ്ങളുണ്ട്. ഇതിലൊന്നാമത്തെ അധികാരമാണ് നമ്മൾ പറഞ്ഞത്, ദ പ്രസിഡൻറ്റ് ക്യാൻ റിട്ടേൺ എ ബിൽ ടു ദി പാർലമെൻറ്റ്. രണ്ടാമത്തത്, ദ പ്രസിഡൻറ്റ് ക്യാൻ ഹോൾഡ് ദ ബിൽ ഫോർ ആൻ അൺലിമിറ്റഡ് ടൈം. തേർഡ് വൺ, ആഫ്റ്റർ ദി എലക്ഷൻ no party has the clear majority in the parliament, the president has the power to select a party to form government. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രസിഡൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. പ്രധാനമായും ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ കൊടുക്കാം. ഒന്നാമത്തത്, വാട്ട് ഡു യു മീൻ ബൈ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ ഓർ സെൻട്രൽ എക്സിക്യൂട്ടീവ്? സെൻട്രൽ എക്സിക്യൂട്ടീവിനകത്ത് ആരൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ക്വാളിഫിക്കേഷൻ ഓഫ് ദി പ്രസിഡൻറ്റ്, വാട്ട് ആർ ദി ക്വാളിഫിക്കേഷൻസ് ഓഫ് ദി പ്രസിഡൻറ്റ്. മൂന്നാമത്തത്, എലക്ഷൻ ഓഫ് ദി പ്രസിഡൻറ്റ്, എക്സ്പ്ലെയിൻ ദി എലക്ഷൻ ഓഫ് ദി പ്രസിഡൻറ്റ്. നാലാമത്തത്, ഇംപീച്ച്മെൻറ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഇംപീച്ച്മെൻറ്റ്. അടുത്തതാണ്, വാട്ട് ആർ ദ ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദി പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റിൻ്റെ വിവേചന അധികാരങ്ങൾ ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി എനിക്ക് അയച്ചു തരിക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പാഠഭാഗം എല്ലാവരും വായിച്ച് തന്നെ പഠിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.